ഡിബേറ്റ് വിത്ത് മാധു സജി. പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ പാതിരാത്രിയിലെ എക്സ് വീഡിയോ ആണോ ആകെ ആശ്രയം? ശരിയാണ്, ചോദ്യങ്ങൾ ഉണ്ടാകില്ല എന്ന സൗകര്യമുണ്ടതിന്. ഇന്ന് കേന്ദ്രമന്ത്രി പറയുന്നു, പ്രധാനമന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞു, വാങ്ചുക് നിരാഹാരം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനി എന്താ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ പരാജയപ്പെട്ടതാണ് സർ പ്രശ്നം. 10-14 പിള്ളേര് ജീവനൊടുക്കിയിട്ടും മനസ്സലിവ് എന്നൊന്നില്ലാത്തതാണ് സർ പ്രശ്നം. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നവരെ ആദ്യം തല്ലിയും പിന്നെ വഴിയടച്ചും ഇന്റർനെറ്റ് നിരോധിച്ചുമൊക്കെ പല വഴി പരമാവധി തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും നാടാകെ കൂടെ നിൽക്കുന്നുവെന്ന തോന്നലുകൊണ്ടാകാമല്ലേ ചർച്ചയെങ്കിൽ ചർച്ച എന്ന് പറഞ്ഞത്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സമരം ചെയ്യുന്നവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അതൊഴിച്ച് ബാക്കിയെല്ലാം സമ്മതിക്കാമെന്ന് പറയുന്നതിന്റെ യുക്തി എന്താണ്? അങ്ങനെയുള്ള ഭരണാധികാരികൾ ഉള്ളതുകൊണ്ടാണ് ഒറ്റക്കൈകൊണ്ട് അധികാരദാഷ്ട്യത്തെ തടഞ്ഞു നിർത്താൻ ഒരു പെൺകരുത്തുണ്ടാകുന്നത്, തല്ലിയ പോലീസുകാർക്ക് ഭക്ഷണം കൊടുക്കുന്ന പിള്ളേരുണ്ടാകുന്നത്, സർഗാത്മകത സമരമാർഗമാകുന്നത്. ആ രാജ്യസമരത്തിന് മുന്നിൽ മുട്ടുമടക്കുമോ എന്നതാണ് ചോദ്യം. CPM-ൽ നിന്ന് ശ്രീ ജോൺ ബ്രിട്ടാസ് MP, കോൺഗ്രസിൽ നിന്ന് ശ്രീ മുഹമ്മദ് ഷമാസ്, ആം ആദ്മി പാർട്ടി പ്രതിനിധി അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ഡോക്ടർ കെ ജയപ്രസാദ് വലത് നിരീക്ഷകൻ, മുഹമ്മദ് അലി മുസാഫിർ ഇൻഫ്ലുവൻസർ എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ആദ്യം ശ്രീ മുഹമ്മദ് അലി മുസാഫിർ, രാജ്യത്തെ യുവത, സാധാരണഗതിയിൽ നമ്മൾ കൗമാരക്കാർ, യുവാക്കൾ രാഷ്ട്രീയവാദികളായി മാറുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്കുള്ളൊരു സമരതീക്ഷ്ണത മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ എന്ന വലിയ സംവിധാനത്തിന് മുട്ടുമടക്കേണ്ടി വരുമോ? മാധു, ആദ്യം തന്നെ പറയാനുള്ളത്, ഞാൻ ഇന്ന് ജന്തർ മന്ദറിന്റെ സമരവേദിയിൽ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമല്ല. ജന്തർ മന്ദറിലേക്ക് എത്തുന്നവരൊന്നും രാഷ്ട്രീയം പാർട്ടികളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രതിനിധികളൊന്നുമല്ല. ഈ രാജ്യത്തിന്റെ ഭാവി തുലാസിലാണെന്ന് ഉറപ്പുള്ള ഒരുപാട് വിദ്യാർത്ഥികളും മനുഷ്യരാണ് ജന്തർ മന്ദറിൽ ഈ സമരത്തിൽ പങ്കുകൊള്ളുന്നത്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്, വ്യത്യസ്ത ആശയങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്. ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നെയിം ടാഗ് ഇല്ലാത്ത പോലീസ് എന്ന് പറയപ്പെടുന്ന, പോലീസ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ ധരിപ്പിക്കാനോ കുറച്ച് ആളുകൾ വന്ന് തല്ലുകയാണ്. ആ തല്ല് കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുത്തതിനാണ്. ഒരു തരത്തിലും ഈ സമരത്തിന് ഒരു ആനുകൂല്യം പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി കയറുമ്പോൾ എനിക്ക് എന്റെ ഇന്റർനെറ്റ് എന്ന മൗലികാവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ ഈ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു തരത്തിലും ഈ രാജ്യത്തെ സംഘപരിവാർ നിയന്ത്രിക്കുന്ന സർക്കാരിനെതിരെ ഒരക്ഷരം മിണ്ടിയാൽ അവർ വാ പൊത്തിക്കും. അത് 2014 വെച്ച് തുടങ്ങിയതാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഈ രാജ്യത്തിൽ ഒരുപാട് ജീവിതങ്ങൾ പൊലിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഈ രാജ്യത്തിന്റെ ഭാവിയാകുന്ന കുറെ മനുഷ്യരുടെ ജീവിതം ഈ സർക്കാർ പന്താട്ടം നടത്തിയിട്ട് അവരില്ലാണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു നിൽക്കുമ്പോഴും ഇവർ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഡൽഹിയിലേക്ക് വരുന്ന ഒരാളും അല്ലെങ്കിൽ ജന്തർ മന്ദറിന്റെ സമര പോരാട്ടത്തിലിരിക്കുന്ന ഒരാൾക്കും അങ്ങനെ പറയാനാവില്ല. കാരണം ജീവൻ കൊടുത്തിട്ടാണ് സമരം നയിക്കാൻ ഓരോ മനുഷ്യരും, അല്ലെങ്കിൽ ഇനിയിപ്പോ ഈ നാട്ടിലില്ലാത്തവരാണെങ്കിൽ അവർ ഭക്ഷണം എത്തിച്ചിട്ട് ഈ സമരത്തോട് ഐക്യപ്പെടുന്നു. ഈ രാജ്യത്തിന്റെ സർക്കാർ ഈ രാജ്യത്തിന്റെ യുവതയെ കൊന്നൊടുക്കുമ്പോ അതെങ്ങനെ കണ്ടു നിൽക്കാനാകും? കേവലം 15 വർഷമായിട്ട് ഇന്ത്യ ഭരിക്കുന്ന, അല്ലെങ്കിൽ 15 വർഷത്തിന് മുകളിലായിട്ട് ഇന്ത്യ ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ ഒറ്റുകൊടുക്കണോ? അതിന് ഞങ്ങൾ നിന്നു കൊടുക്കണോ? ആ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ചോദ്യം ചെയ്യും. ഇപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്ക് വാളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യലില് ഒരു പോസ്റ്റ് പങ്കുവച്ചപ്പോ എന്റെ പേര് കൊണ്ടിട്ട് അവരെന്നെ വർഗീയവാദിയാക്കാൻ നിൽക്കുകയാണ്, തീവ്രവാദിയാക്കാൻ നിൽക്കുകയാണ്. അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത നാടായോ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്റെ ഇന്ത്യ? എന്റെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഞാനൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ ഇന്നലെ വന്നിട്ട് പറയാണ് സങ്കടമുണ്ടെന്ന്. എന്തിനാണ് സങ്കടം? ഈ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയും രാജ്യത്തെയും തകർത്തതിനാണോ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് സങ്കടം വരേണ്ടത്? പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ പ്രതിഷേധങ്ങൾ അറിയിക്കാൻ ജെൻസി പ്രതിഷേധത്തിന് ഇറങ്ങുന്നില്ല എന്നായിരുന്നു ഇവരുടെ പ്രശ്നം. ജെൻസി ഇറങ്ങിയപ്പോ അടിമുടി താങ്ങാനുള്ള ശേഷി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന് ഇല്ല. ഈ കാര്യത്തിൽ ഔദ്യോഗികമായിട്ട് വികാരഭരിതമായി പോകാനുള്ള കാരണം പൂർത്തീകരിക്കും. തുടരട്ടെ? തുടരൂ. തീർച്ചയായിട്ടും ഈ സമരത്തിനോട് ഐക്യപ്പെടുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഡൽഹി പോലീസോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ന് കേന്ദ്ര സേനകളൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്.
എന്താണ് ശ്രമം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ രാജ്യം പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ഈ രാജ്യത്ത് പ്രതിരോധങ്ങൾ ഉയരുമ്പോൾ പല പ്രവർത്തനങ്ങളും ഈ രാജ്യം കണ്ടിട്ടുണ്ട്. ഒരിക്കലും അതിലേക്കൊന്നും പോവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഭയമുണ്ട് ഈ രാജ്യത്തിന്റെ ഭാവി. ശരി, അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ഇന്ന് CJP ചർച്ചയ്ക്ക് വിളിച്ച് അവരുടെ 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്നത്. അവർക്ക് മാത്രമല്ല പ്രതിപക്ഷ പാർട്ടികൾക്കാകെ മുന്നോട്ട് വെക്കാനുണ്ടായിരുന്ന 3 ആവശ്യങ്ങളാണ്. ഒന്ന്, ഈ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ്. രണ്ടാമത്തേത് പോലീസ് അതിക്രമത്തിൽ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു. അതിൽ ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് പച്ചക്കൊടിയാണ്. പോലീസ് അതിക്രമത്തിൽ നടപടി എന്നുള്ളതല്ല, ഇനി FIR-കളടക്കം പിൻവലിക്കുമെന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. മൂന്നാമത്തേതും, എന്നാൽ സമരക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ആ ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാണ് ഈ ഘട്ടത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രഥമമായ, ഏറ്റവും പ്രാധാന്യമുള്ള ആവശ്യം നിരാകരിച്ച് കേന്ദ്ര സർക്കാരിന് ഇത് ഒത്തുതീർപ്പാക്കാൻ കഴിയുമോ? കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതൊരു സമരവും ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിത് കേരളത്തിൽ കണ്ടിട്ടുള്ള പല സമരങ്ങളും, നമ്മളൊക്കെ രാഷ്ട്രീയം പഠിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരു സമരത്തിന് ഇറങ്ങുമ്പോൾ ആ സമരം എങ്ങനെ അവസാനിപ്പിക്കാമെന്ന് ആദ്യം ചിന്തിക്കണം എന്നാണ് സമരത്തിന്റെ ഒരു രീതി. കാരണം സമരം ചെയ്തു തുടങ്ങിയത് അവസാനിപ്പിക്കണമല്ലോ. നമുക്ക് ആശാ വർക്കേഴ്സിന്റെ ഒക്കെ സമരം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, അവസാനം ഇത് അവസാനിപ്പിക്കാൻ കഴിയാതെ വരും. പക്ഷെ ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് പോവാത്ത തരത്തിൽ ഇന്ത്യയുടെ യുവത്വം ഒഴുകിയെത്തും എന്ന് പറയുന്നത്. കാരണം ഇത് പൈസ കൊടുത്തോ അല്ലെങ്കിൽ മദ്യം കൊടുത്തോ അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ടല്ലല്ലോ, ഇന്ത്യൻ യുവത്വമാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ആ ഇന്ത്യൻ യുവത്വത്തെ ഇങ്ങനെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല മാധു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയാമോ? അതായത് ഒരു ചർച്ചയ്ക്കും ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റി നിർത്താൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഗവൺമെന്റ്, പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാബിനറ്റും ഒക്കെ നാളെ ഉച്ചവരെ, അങ്ങനെയാണ് ഉച്ചയ്ക്ക് ഞാൻ വാർത്ത കേട്ടത്, നാളെ ഉച്ചവരെ സമയം വേണം. അതായത് ഒരു പോസിറ്റീവ് റെസ്പോൺസ് വന്നിരിക്കുന്നു പറഞ്ഞാൽ അവരുടെ അടിവേര് ഇളകിയിരിക്കുന്നു, അടിവേര് തകർന്നിരിക്കുന്നു, അവർക്ക് ഭയം അവരെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എനിക്ക് സത്യത്തിൽ ഇവിടെ എനിക്ക് തൊട്ടുമുമ്പ് സംസാരിച്ച അദ്ദേഹത്തിന്റെ ഒരു മുസാഫിർ, ഓക്കെ, എനിക്ക് സത്യത്തിൽ എന്റെ കണ്ണിൽ എനിക്ക് അല്പം ഒരു വിഷമം തോന്നിയത്, നോക്കൂ, അതിന് എത്ര സങ്കടത്തോടെയാണ് ചെറുപ്പക്കാരൻ പറഞ്ഞൊരു കാര്യം, എന്റെ പേര് മുസാഫിർ എന്നായതുകൊണ്ട്. ഇപ്പൊ വിനോദ് മാത്യു വിൽസന് കുറച്ചുകൂടെ ശക്തമായി സംസാരിക്കാൻ കഴിയുന്ന ഒരു രാജ്യം ആണിത്. പക്ഷെ ഒരു മുസാഫിറിന് സംസാരിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ സംഘപരിവാർ മനുഷ്യ മനസ്സുകളെ വിഘടിപ്പിച്ചു കളഞ്ഞു. എത്രയോ ഞാൻ വളരെ ഓപ്പണാണ്, എന്റെ ഒത്തിരി മുസ്ലിം സഹോദരന്മാരും സുഹൃത്തുക്കളും അവരെന്നോട് പറയും, ഈ CJP വിഷയത്തിലൊക്കെ വിനോദം നിങ്ങൾ പോയി ചാനൽ ചർച്ചകളൊക്കെ സംസാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ ഭയമാണ്, സംസാരിക്കാൻ കഴിയില്ല. കാരണം അത്ര മാത്രം അസഹിഷ്ണുതാ മനോഭാവത്തോടു കൂടി, അതായത് ഒരു മുസ്ലിം നാമധാരിയാണെങ്കിൽ, ഒരു മുസ്ലിം വേഷം ധരിക്കുന്ന ഒരാളാണെങ്കിൽ അയാള് അല്ലെങ്കിൽ ആ കുട്ടി, ആ പെൺകുട്ടി, ആ ആൺകുട്ടി രാജ്യദ്രോഹിയാണ്, ദേശവിരുദ്ധനാണ്. ഇന്നലെ ഓരോ ചർച്ചയിലൊക്കെ BJP-ക്കാർ വന്ന് പറയുന്നത് കേട്ടില്ലേ, വിദേശ ജമാഅത്ത് ചുമ്മാ സഹായത്തോടുകൂടിയുള്ള പിക്ചർ വരെ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ ഇത്രമാത്രം വിഷമിപ്പിക്കുക. എനിക്ക് സത്യത്തിൽ അയാൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം അതാണ്. അതായത് എന്റെ പേര് ഇതായതുകൊണ്ട്, എന്റെ പേര് ഞാൻ എന്റെ ഇന്ത്യയിലെ വർഗീയവാദിയും തീവ്രവാദിയും ആരൊക്കെയാണ് എന്ന് അവരുടെ ഭാഷയിൽ തന്നെ അവർ പ്ലക്കാർഡുകളായി ഉയർത്തി കാണിച്ചിട്ടുണ്ട്. നമുക്ക് ചർച്ചയിൽ പറയാൻ കഴിയില്ല എന്നുള്ളതുള്ളൂ. അതിനൊക്കെയുള്ള കൃത്യമായ മറുപടികൾ യുവാക്കൾ തന്നെ നൽകുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയിൽ ഒരു സമരം കാണുമ്പോൾ ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല ഞങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് ഉറച്ച സ്വരത്തിൽ പറയുന്ന ചെറുപ്പക്കാരെ കാണുമ്പോൾ സത്യത്തിൽ ഇന്ത്യൻ യുവത്വത്തിൽ പ്രതീക്ഷയുണ്ട്, ഈ യുവാക്കളെ അടിച്ചമർത്തിക്കൊണ്ട്. പിന്നെ ഇവരുടെ മന്ത്രിമാരുടെ രാജിയെപ്പറ്റി പറയും, മന്ത്രിമാർക്ക് രാജിവെച്ച ചരിത്രമൊക്കെ നമുക്കുണ്ടല്ലോ. മെയിൻ അപകടത്തിനകത്ത് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കൃഷ്ണമാചാരി രാജിവെച്ചിട്ടുണ്ട്. അപ്പം മന്ത്രിമാർക്ക് രാജിവെച്ചിട്ടുണ്ട്. അപ്പൊ ധാർമ്മിക ഉത്തരവാദിത്വം എന്ന് പറയുന്നതിനകത്ത് പിന്നെ സംഘപരിവാർ അനുകൂലികൾ പറയുന്നത് എന്താണ്, ഇവിടെ നീറ്റിന്റെ പ്രശ്നം ഉണ്ടായി, അത് വിദ്യാർത്ഥികളെ ബാധിച്ചു, കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അപ്പോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് ഈ വിദ്യാഭ്യാസ മന്ത്രാലയം കീഴിൽപ്പെടുന്ന ഒരു സ്ഥാപനമല്ലേ, ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ധാർമ്മിക ഉത്തരവാദിത്വമില്ലേ, ഉണ്ട്. മാത്രമല്ല എന്തിനാ ധാർമ്മിക ഉത്തരവാദിത്വം വേണമെങ്കിൽ ധാർമ്മികത വേണം എന്നൊരു പ്രശ്നം കൂടി ഉണ്ട്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജോൺ ബ്രിട്ടാസ്, എന്താണ് പുറത്ത് സംഭവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, പാർലമെന്റിൽ സംഭവിക്കുന്നത് കാണാൻ കഴിയുന്നില്ല സാർ. പ്രതിപക്ഷത്തിന്റെ യാതൊരു പ്രതിഷേധവും സൺസ് TV പുറത്തേക്ക് വിടുന്നുമില്ല. അവിടെ ഉയർന്നു കേൾക്കുന്ന രാജി മുറവിളികൾ മാത്രമാണ് ഇന്ന് നമുക്ക് സഭയിൽ നിന്ന്
കേൾക്കാൻ കഴിയുന്ന ഒന്ന്. പ്രധാനമന്ത്രി തുടർച്ചയായ ദിവസങ്ങളിൽ എത്തുന്നില്ല പാർലമെന്റിലേക്ക്. അദ്ദേഹം അർദ്ധരാത്രിയിൽ ഇട്ട ഒരു പോസ്റ്റിലൂടെയാണ് രാജ്യത്തോട് സംവദിച്ചതത്രേ. പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഇന്ന് പറയുന്ന കിരൺ റിജിജുവിനെ കാണാൻ കഴിയുന്നുണ്ട്. എന്തിനാണ് പാർലമെന്റ്, എന്താണ് പാർലമെന്റിൽ സംഭവിക്കുന്നത്? പ്രധാനമന്ത്രി രാത്രി വൈകി പതിവിന് വിപരീതമായി ടെലിപ്രോംപ്റ്ററിൻ്റെ സഹായത്തോടെ ആണെങ്കിൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം അടിവരയിട്ടൊരു കാര്യമുണ്ട്. ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയുടെ ഉത്തരവാദികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും, കർക്കശമായ നിയമം കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെയാണ് അദ്ദേഹം ഊന്നാൻ ശ്രമിച്ചൊരു കാര്യം. എനിക്ക് മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് താഴെക്കടയിലുള്ള ഉത്തരവാദിത്വമാണോ? ഏതെങ്കിലും ഒരാൾ ഈ ചോദ്യപേപ്പർ വിറ്റതാണോ? പക്ഷേ ഈ മൊത്തം സംവിധാനത്തിന് അധ്യക്ഷം വഹിക്കുന്ന വ്യക്തിയുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണോ? ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ മാതാവാണെന്ന് ഈ പ്രധാനമന്ത്രി ലോകം മുഴുവൻ നടന്ന് പറയാറുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുത്ത് മന്ത്രി രാജിവെക്കുക എന്ന് പറയുന്നത് കേവലപരമായ ഒരു മര്യാദയല്ലേ? ഇപ്പം ധർമ്മേന്ദ്ര പ്രധാനെ തീഹാർ ജയിലിൽ അടക്കണമെന്നോ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും നമ്മൾ പറയുന്നില്ലല്ലോ. ധാർമ്മിക ഉത്തരവാദിത്വം. 1 കോടി രൂപയ്ക്ക് മന്ത്രിസ്ഥാനം രാജിവെച്ച ആൾക്കാരുള്ള ഒരു രാജ്യമാണിവിടെ. ഒരു വിമാന അപകടം വരുമ്പോൾ മന്ത്രിമാർ രാജിവെച്ചൊരു രാജ്യമാണിത്. തീവണ്ടി അപകടം, എന്തെല്ലാം കാര്യങ്ങൾക്ക്. ഉദാഹരണം പറഞ്ഞാൽ മുംബൈ തീവ്രവാദ ആക്രമണം, ആ മന്ത്രി അറിഞ്ഞിട്ടാണോ തീവ്രവാദ ആക്രമണം നടന്നത്? പക്ഷേ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ രാജിവെച്ചു. ഈ രാജ്യം മുഴുവൻ ഈ പ്രതിഷേധ ജ്വാല ഇങ്ങനെ ഉയരുന്ന സമയത്ത് ഇല്ല, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ആള് എന്തെങ്കിലും വിശുദ്ധ പശുവാണോ? അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനല്ലേ, പൊതുസേവകനല്ലേ? സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിമാരും ബന്ധപ്പെട്ട ആൾക്കാരും പൊതുസേവകരും അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർ മാറി നിൽക്കാറില്ലേ? ഇതല്ലേ ഈ പിള്ളേർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, ഇതല്ലേ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ പ്രധാനമന്ത്രി ഈ ഉത്തരവാദികളെ കണ്ടെത്തുമെന്ന് പറയുമ്പോൾ അത് താഴെ നിന്നല്ല തുടങ്ങേണ്ടത്, മുകളിൽ നിന്ന് തുടങ്ങേണ്ടത്. രണ്ടാമത്തെ കാര്യം, കർക്കശമായ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നിയമത്തിൻ്റെ അഭാവമാണുള്ളത്. നമുക്ക് വലിയൊരു ഭരണഘടനയുണ്ട്, നിയമങ്ങളുണ്ട്. മാത്രമല്ല അഭിനവ സർദാർ പട്ടേൽ എന്ന് പറഞ്ഞ നമ്മുടെ നടിക്കുന്ന അമിത്ഷാ വളരെ കർക്കശമായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഭാരതീയ ന്യായ സംഹിത, ബാക്കി രണ്ടെണ്ണത്തിൻ്റെ പേരെനിക്ക് അറിയാത്തതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. അതായത് CRPS-നും CRPC-ക്കും എവിഡൻസ് ആക്ടിനും പകരമായിട്ടുള്ളത് കൊണ്ടുവന്നു. ഈ IPC-യുടെ പകരമായിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ ഭാരതീയ ന്യായ സംഹിത. ഇത് ഈ നിയമങ്ങളുടെ അഭാവം കൊണ്ടാണോ യഥാർത്ഥത്തിൽ ഈ കുറ്റകൃത്യങ്ങൾ ഇവിടെ നടക്കുന്നത്? ആത്മാർത്ഥതയുടെ അഭാവം കൊണ്ടാണ്, ഡെഡിക്കേഷൻ്റെ അഭാവം കൊണ്ടാണ്, കമ്മിറ്റ്മെൻ്റ് ഇല്ല. അപ്പോൾ ഉത്തരവാദിത്വം മുകളിൽ നിന്ന് പിൻ ചെയ്യണം. ഇനി ഏറ്റവും വളരെ രസകരമായിട്ടൊരു കാര്യമുണ്ട്. ഞാൻ ആ വാർത്ത രാവിലെ തന്നെ ട്വീറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയട്ടെ. അതായത് ഇവർ ഈ ഉത്തരവാദിത്വം പിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്, അടിവരയിടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിട്ട് ഒരു വ്യക്തിയെ നിയമിച്ചു, നരേഷ് പാൽ ഗംഗ്വാർ. അദ്ദേഹമാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. അതായത് 1,16,00,000 രൂപ കേന്ദ്രത്തിൻ്റെ സബ്സിഡി, കാർഷിക സബ്സിഡി, വാണിജ്യ വിളകൾക്കുള്ള സബ്സിഡി അദ്ദേഹം അധ്യക്ഷം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെയും ഭാര്യയുടെയും പുത്രൻ്റെയും പേരിൽ അനുവദിച്ച് ഇത്രയും ഭീമമായ പണം സ്വകാര്യ ഫണ്ടിലേക്ക് മാറ്റിയ ഒരു വ്യക്തിക്ക് സുതാര്യതയുണ്ടോ? എന്തെങ്കിലും തരത്തിൽ പ്രതിബദ്ധത ഉണ്ടാവുകയാണോ? അദ്ദേഹത്തെയാണോ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയാക്കി വെച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഈ വിദ്യാർത്ഥികളുടെയും അതുപോലെ ചെറുപ്പക്കാരുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഈ സമരത്തെ പ്രതിരോധിക്കാൻ പോകുന്നത്? യഥാർത്ഥത്തിൽ ഈ സർക്കാർ കൈക്കൊള്ളുന്ന ഓരോ നടപടിയും വിപരീത ഫലമാണ് ഉളവാക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ജന്തർ മന്ദിർ എന്നാണ് വരുന്നത്, മിക്കവാറും ദിവസങ്ങൾ അവിടെ പോകാറുണ്ട്. അങ്ങോട്ട് ഒഴുകിയെത്തുന്ന ജനങ്ങൾ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന്
ടിക്കറ്റ് നിരക്ക് വളരെ അധികമാണെങ്കിൽ പോലും അവർ ഈ സമരത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വരുന്നു. 20-ാം തീയതി നടന്ന പാർലമെന്റ് മാർച്ചിൽ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട, അതിക്രൂരമായ പീഡനങ്ങൾക്കിരയായ ആൾക്കാർ ഒടിഞ്ഞ കാലുകൾ പ്ലാസ്റ്ററിലിട്ടുകൊണ്ട് വീൽ ചെയറിലാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമര വീര്യം, ഇച്ഛാശക്തി, ദൃഢനിശ്ചയം ഈ സർക്കാർ കാണാതെ പോകരുത് എന്നുള്ളതാണ് എനിക്ക് ഈ സർക്കാരിനോടും സർക്കാരിനെ നയിക്കുന്ന BJPയോടും RSSനോടും പറയാനുള്ളത്. ശരി, ഞാൻ അതിലേക്ക് തിരികെ വരാം. ഡോക്ടർ കെ ജയപ്രസാദ്, എന്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ല എന്ന ഒരു കടുംപിടുത്തത്തിൽ സർക്കാർ നിൽക്കുന്നത്? ധാർമ്മിക ഉത്തരവാദിത്തം എന്ന് പറയാമല്ലോ. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞാലും നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട്. കാരണം ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നീറ്റ് ചോദ്യപേപ്പർ അടക്കം ചോർന്നിട്ടുണ്ട്. ഇവിടെ CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാരിനെ ചെറുക്കുന്ന ഘടകം എന്താണ്? കഴിഞ്ഞ മെയ് 3-ാം തീയതി നടന്ന നീറ്റ് പരീക്ഷ ഏതാണ്ട് 22 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ് ജൂൺ 12-ാം തീയതി സർക്കാർ ക്യാൻസൽ ചെയ്യുന്നത്. കാരണം ജൂൺ 4-ാം തീയതി തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് മാധ്യമങ്ങളോ രാഷ്ട്രീയ നേതൃത്വമോ ഒന്നും കൊണ്ടുവന്നതല്ല, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഏജൻസികൾ, രാജസ്ഥാൻ CBI, രാജസ്ഥാൻ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയങ്ങളെ കൊണ്ടുവരുന്നു. അതിൽ ശരിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ അത് ക്യാൻസൽ ചെയ്യുന്നു. ജൂൺ 21-ാം തീയതി പുനഃപരീക്ഷ നടത്തുന്നു. ജൂലൈ 16-ന് എൻ്റെ റിസൾട്ട് വന്ന് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വ്യക്തിപരമായിട്ട് എൻ്റെ 2 പെൺമക്കളും നീറ്റ് UG PG പരീക്ഷകൾ നിരവധി തവണ എഴുതി അതിലൂടെ വിദ്യാഭ്യാസത്തിൽ കടന്നവരാണ്. എനിക്ക് ഒരു പാരൻ്റ് എന്നുള്ള തലത്തിൽ ഇതിൻ്റെ വേദന നല്ലവണ്ണം അറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ പ്രതിപക്ഷം ഈ വിഷയത്തെ ഏറ്റെടുക്കാൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ജൂൺ 4-ാം തീയതി, മെയ് 4-ാം തീയതി ഈ സമരം തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഈ സമരത്തെ പിന്തുണയ്ക്കുമായിരുന്നു. അത് പുനഃപരീക്ഷയും കഴിഞ്ഞ് റിസൾട്ടും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ വിഷയം കാര്യമായി ചർച്ചയ്ക്കെടുത്തില്ല. ഇതിൽ അമേരിക്കയിൽ നിന്ന് ശ്രീ അഭിജിത്ത് ദീപക് എന്ന് പറയുന്ന ഒരു പൗരൻ, അയാൾ പഴയ കാലത്ത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരുന്നു എന്നറിയുന്നു. അദ്ദേഹം മെയ് 15-ാം തീയതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ ഒരു പരാമർശത്തിൻ്റെ പശ്ചാത്തലത്തിൽ 16-ാം തീയതി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടതിന് ശേഷം അദ്ദേഹം ഈ രംഗത്ത് കടന്നു വന്നതിന് ശേഷമാണ് ഇത് നമ്മളൊക്കെ ശ്രദ്ധിക്കുന്നത്, നമ്മുടെ കേരളീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം ജൂൺ 6-ാം തീയതിയാണ് അദ്ദേഹം ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നത്. അതിനു മുമ്പ് ജൂൺ 28-ന് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ എത്രയോ നാളുകളായി ഇത് ചർച്ച ചെയ്യുകയാണ്. ഡോക്ടർ കെ രണ്ട് മക്കളും ഇതിലൂടെ പോകുന്നു എന്നത്. അപ്പോ നോക്കൂ, അപ്പം എന്തിനാണ് പ്രതിപക്ഷം ഇത് ഏറ്റെടുക്കുന്നത് വരെ സർക്കാർ അതിൽ മിണ്ടാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ധർമ്മേന്ദ്ര പ്രധാനോട് ചോദിക്കാത്തത്? എന്താണ് നിങ്ങളുടെ വകുപ്പിന് കീഴെ നടക്കുന്നത് എന്നത്? അല്ല, അങ്ങനെ പറയുമ്പോഴേ നമ്മളതിൻ്റെ ചരിത്രം, കഴിഞ്ഞ 20 വർഷം ഇന്ത്യയിൽ നടന്ന പരീക്ഷാ ക്രമക്കേടുകൾ എത്രയാണെന്ന് ഞാൻ 35 വർഷമായിട്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നതാണ്. അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ പ്രോ വൈസ് ചാൻസലറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. NDAയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. എനിക്കിതിനെക്കുറിച്ചെല്ലാം നല്ലവണ്ണം അറിയാം. പക്ഷേ ഇതുവരെ നമ്മുടെ CPM നേതാക്കൾ ഉൾപ്പെടെ ആരും തന്നെ ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചു. ഇപ്പോൾ 2008 AIPMT ടെസ്റ്റ്, അന്ന് നീറ്റിലെ AIPMT ടെസ്റ്റ് അത് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു. എയിംസിൻ്റെ 12 ചോർന്നു. JEE പരീക്ഷ ചോർന്നു. ഒരുപാട് സംഭവങ്ങളുണ്ടായി. കേരളത്തിൽ PSC പരീക്ഷ, ഇപ്പോൾ കോൺസ്റ്റബിൾ പരീക്ഷ നമുക്കറിയാം. ഈ അടുത്ത കഴിഞ്ഞ ആഴ്ചയിൽ അന്നൊന്നും നമ്മളുടെ ആരും മന്ത്രി രാജിവെക്കുന്നത് കേരളത്തിലും ബ്രിട്ടാസിന്റെ പാർട്ടി പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാനിൽ രാഷ്ട്രീയ താല്പര്യമല്ലേ? എന്തിനാണ് 2008 പോകുന്നത്? 2026 ഇവിടെ നിൽക്കുമ്പോൾ അത് രാഷ്ട്രീയ താല്പര്യമല്ലേ? അല്ല, നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് ഇനി കുറ്റമറ്റ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഭാവി തലമുറയിലോ അല്ലെങ്കിൽ ഇനി വരുന്ന പരീക്ഷകളിൽ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. 2024 ഇതുപോലെയുള്ള ചോർച്ച ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ നിയോഗിക്കേണ്ടായി. രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ പ്രപ്പോസൽ എല്ലാം ഗവൺമെൻറ് ഇതുവരെ അപ്രൂവ് ചെയ്തിട്ടില്ല. അതിന് പ്രധാന കാരണം അതിനുള്ള ചില ടെക്നിക്കൽ സംവിധാനമില്ല. അത് അടുത്ത വർഷം മുതൽ നടപ്പാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ആ കമ്മീഷൻ്റെ മുന്നിൽ എൻ്റേതായ ഒരു സബ്മിഷൻ നടത്തിയ ഒരാളാണ്. കാരണം ഈ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഇനി ഇത്
ആവർത്തിക്കാൻ പാടില്ല. ഇതിലെ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഗവൺമെന്റിന്റെ ഭാഗത്ത് കൊലപാതകമാണെങ്കിലോ ഇനി ഒരാളെ കൊല്ലാതിരിക്കാനുള്ള നടപടികൾ എടുത്താൽ മതിയോ? 20 കുട്ടികളുടെ 20ഓളം അനൌദ്യോഗിക കണക്കാണ്, 14 പേരെന്നാണ് ഔദ്യോഗിക കണക്ക്. 20 കുട്ടികളുടെ ജീവനാണ്. ആത്മഹത്യ ആയതുകൊണ്ടാണ് അങ്ങേക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത്. അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കൊലപാതകമാണ് സർ. അപ്പൊ സ്വാഭാവികമായും അവർക്ക് നീതി കിട്ടുക എന്നത് ഈ സിസ്റ്റത്തിന്റെ ആവശ്യമല്ലേ? ഈ നാടിന്റെയും ഈ ജനങ്ങളുടെയും ആവശ്യമല്ലേ? നമ്മുടെ രാഷ്ട്രീയാവസ്ഥയുടെ ആവശ്യമല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി നടന്നാൽ മതിയോ? നന്നായി അല്ലല്ല, നമ്മുടെ രാജ്യത്ത് ഇതുപോലെയുള്ള സംഭവങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ മോഡി ഗവൺമെന്റിനെതിരായ ഒരു ആയുധമാക്കി ബ്രിട്ടാസിനെ പോലെയുള്ളവർ അവതരിപ്പിക്കുന്നതല്ല. ഇത്രയും ആത്മാർത്ഥത നമ്മുടെ കേരളത്തിലെ PSC പരീക്ഷ എഴുതി അല്ലെങ്കിൽ റോങ് ഹോൾഡേഴ്സിനെ സമന്വയപ്പെടുന്ന ഇവരുടെ ശബ്ദം ഉയർന്നില്ല. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരുപാട് ആത്മഹത്യകൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത് ഇതിന്റെ രാഷ്ട്രീയ വശം അവിടെ നിൽക്കട്ടെ. പക്ഷേ അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമായിട്ടും മന്ത്രിക്ക് രാജിവെക്കാം. പക്ഷേ അതുവരെ അങ്ങനെ ഒരു കീഴ്വഴക്കം UPA ഗവൺമെന്റ് സമയത്ത് ഉണ്ടായിട്ടില്ല, ഇടതുപക്ഷ സർക്കാരിൽ ഉണ്ടായിട്ടില്ല, കോൺഗ്രസ് സർക്കാരിൽ, BJP സർക്കാർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ഇനി ഒരു കീഴ്വഴക്കം ഉണ്ടാക്കുന്നതിന് തെറ്റൊന്നുമില്ല, അതിനോടൊന്നും നമുക്ക് വിയോജിപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നമ്മളിപ്പോൾ ഇതിനെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പരീക്ഷ നടക്കുകയും അതിൽ ഒരുപാട് വേദന കുട്ടികൾ സഹിക്കേണ്ടായി. കാരണം നമുക്കറിയില്ല ഇതിൻ്റെ ആത്മസംഘർഷം. ഒരു പരീക്ഷ ഒരു സ്പോർട്സിലാണെങ്കിലും പരീക്ഷയിലാണെങ്കിലും ഒരു പ്രാവശ്യം എഴുതുന്ന ഒരാൾ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതുവഴി ആ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ആ കുട്ടികൾ 21-ാം തീയതി പരീക്ഷ എഴുതി കഴിഞ്ഞ് ഈ 16-ാം തീയതി റിസൾട്ട് വന്നു, അവർ അഡ്മിഷന്റെ പ്രൊസീജിയറിലേക്ക് പോകുന്നു. അപ്പോൾ ഗവൺമെന്റ് ഒരു ഭാഗത്ത് ഉണർന്ന് പ്രവർത്തിച്ചു, അതേസമയം കുറ്റവാളികൾ വിദ്യാർത്ഥികളെ നേരിടാൻ വേണ്ടിയിട്ടാണ് പെല്ലറ്റുകൾ വിദ്യാർത്ഥികൾക്കെതിരെയും പ്രക്ഷോഭകർക്കെതിരെയും ഉപയോഗിക്കുന്ന ഒരു സർക്കാർ. എങ്ങനെയാണ് സർക്കാർ സംവിധാനം അതിന്റെ സ്വന്തം പൗരന്മാരെ നേരിടുന്നത് എന്ന കാഴ്ച ഈ ജനാധിപത്യത്തിൽ അമ്പരപ്പുണ്ടാക്കുകയാണ് സർ. തെരുവിൽ തന്നെയാണ് സാർ നേരിട്ടത്. തെരുവിൽ തന്നെയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മാത്രമേ നേരിട്ടിട്ടുള്ളൂ. അല്ല സാർ, ഇന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എല്ലാ ദിവസവും നമ്മളെ ഈ വാട്ടർ വെള്ളം അടിച്ച് നമ്മൾ എല്ലാ ദിവസവും കാണുന്നത്, ഇന്നും കണ്ടതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ആശാസമരം നടന്നപ്പോഴും ഇവിടെ ലാത്തി ചാർജ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ വിമർശിക്കാറുണ്ട്. ഇവിടെ പെല്ലറ്റ് ഒന്നും ഉപയോഗിക്കാറില്ല. ഇവിടെ ലാത്തി ചാർജ് ഉണ്ടാവുകയിൽ വിമർശിക്കാറുണ്ട്. എന്തിന് ഈ പറയുന്ന ജലപീരങ്കി ഇത്തിരി ശക്തി കൂടിയിട്ടാണെങ്കിൽ അതിനെയും വിമർശിക്കാറുണ്ട്. മേഖലയിൽ അതുപോലെയാണോ പെല്ലറ്റ് ഉപയോഗിക്കുന്നത്? അല്ല, പാർലമെന്റിന്റെ അടുത്ത് നിരോധിത മേഖലയിൽ വലിയൊരു ജനക്കൂട്ടം കടന്നു വരുന്നു. അതുപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത്രയും കീഴ്വഴക്കങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പം നരേന്ദ്രമോദി ആയതുകൊണ്ട് ഇത് അനുവദിച്ചു, ഇന്ദിരാഗാന്ധി ആണെങ്കിൽ ഇത് അനുവദിക്കൂ. അപ്പൊ ആ തരത്തിൽ നിങ്ങൾ പറയുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റ് ആയതുകൊണ്ടാണ് പാർലമെന്റിന്റെ അടുത്ത് വിദ്യാർത്ഥികൾക്ക് എത്താൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്താൻ കഴിഞ്ഞത്. ഇങ്ങനെയെങ്കിലും പോകുന്നത് ഇന്ദിരാഗാന്ധി ആണെങ്കിൽ അനുവദിക്കുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. 2008 നീറ്റ് പരീക്ഷയുമായി അതും ശരിയാണല്ലോ. ഈ പറയുന്ന പരീക്ഷാ ചോർച്ചകൾ ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാതിരുന്നത് എന്ന് ഈ 15 വർഷക്കാലത്തിന് മുമ്പത്തേക്കുള്ള കണക്ക് പറയുകയുമാണ്. ഈ സർക്കാർ ഈ സമരക്കാരോട് ചെയ്യുന്നത് നീതിരഹിതമായ നരവേട്ടയ്ക്കപ്പുറത്ത് എന്താണ്? അത് ഒറ്റ വാക്കിൽ കൊടും ക്രൂരത എന്ന് തന്നെ ഈ സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനത്തെ ഉൾപ്പെടെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം രാജ്യത്തിന്റെ യുവതലമുറ, അവിടെ രാഷ്ട്രീയവും മറ്റേതെങ്കിലും തരത്തിലുള്ള ചേരിതിരിവോ വേർതിരിവോ ഒന്നുമില്ലാതെ ഒരൊറ്റ മുദ്രാവാക്യവുമായി രാജ്യത്തിന്റെ ഭാവി തലമുറ ഒന്നാകെ ശബ്ദിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിനോടൊരൽപ്പം സഹിഷ്ണുത കാണിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് കഴിയുന്നില്ല. ആ പ്രതിഷേധങ്ങൾ എത്രത്തോളം സമാധാനം, രാജ്യം വിവിധ തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് വ്യത്യസ്ത രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോൾ BJP ഭരിക്കുന്ന സമയത്താണെങ്കിലും മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിക്കുന്ന സമയത്താണെങ്കിലും വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിദ്യാർത്ഥി മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിനോട് പോലും അല്പം സഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ എത്രത്തോളം മോദി ഗവൺമെന്റിനെ ഈ മൂവ്മെന്റ് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് പ്രകടമാണ്. ഇവിടെ ഈ സമരത്തിന് നേരെയും ഈ പറഞ്ഞ പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നേരെയും സ്വീകരിച്ച പോലീസ് അതിക്രമത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു. ഇന്നും വെന്റിലേറ്ററിൽ ഉൾപ്പെടെ കഴിയുന്ന വിദ്യാർത്ഥിയുടെ ഗുരുതരമായ സാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ആരോഗ്യാവസ്ഥ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധവ് ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ച് 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട രക്തസാക്ഷിത്വം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതെല്ലാം ഉയർന്നു നിൽക്കുമ്പോഴും സർക്കാരിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. സമരക്കാരോ ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥി സമൂഹമോ മുന്നോട്ട് വെക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യത്തെയും പ്രധാനമായി ഉന്നയിക്കുന്ന ഈ പറഞ്ഞ
ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ കച്ചവട ചരക്കാക്കി മാറ്റിയ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന രീതിയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഇതിന്റെ യഥാർത്ഥ പിന്നണി ഗൂഢാലോചനക്കാർ, ഇതിന്റെ യഥാർത്ഥ പിന്നണിയിൽ നിൽക്കുന്ന ആരൊക്കെയാണ്? ഈ പറഞ്ഞ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്കാളിത്തമല്ലേ അത്തരം പ്രതികരണങ്ങളിലൂടെ പുറത്തു വരുന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ ഇത്രയും കൃത്യമായ ഒരു സംരക്ഷണ കവചം നരേന്ദ്രമോദിയും സഹപ്രവർത്തകരും ഒരുക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലായിരുന്നു ഈ കെടുകാര്യസ്ഥതയും ഈ ഉത്തരവാദിത്വവും. അത് കൃത്യമായി മോദി ഉൾപ്പെടെയുള്ള BJP നേതൃത്വത്തിന്റെ കൃത്യമായ അറിവോടുകൂടിയാണോ ഈ രാജ്യത്ത് ചോദ്യപേപ്പർ കച്ചവടം നടത്തിയത്? പൊതു മദ്യത്തിൽ വിൽപ്പന ചരക്കാക്കി നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിയത് ഈ മോദി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ അർദ്ധരാത്രി വന്ന് ജാരിതായി എല്ലാം പ്രതികരിച്ചു, ഈ രാജ്യത്തോട് ഞാൻ സംവദിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്നിപ്പോ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന രീതിയിലേക്ക് പറഞ്ഞ ഈ രാജ്യം ഭരിക്കാൻ അറിയാത്ത ഒരു കൂട്ടം അവരുടെ കൂടെ താല്പര്യമാണോ ഈ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ കച്ചവടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഈ CBSE ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളുടെ പിന്നിൽ കൃത്യമായി ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒരു സംശയമായി ഉയർത്തുമ്പോൾ ആ ചോദ്യങ്ങളോട് പോലും നീരസം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ പറഞ്ഞ പെല്ലറ്റുകളുടെയും നടത്തുകയാണ് BJP. രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു പ്രതിഷേധമുണ്ടായാൽ സംസ്ഥാനത്ത് തന്നെ രാഷ്ട്രീയ മറുപടി ലോചിക്കാനുള്ളത് മാധു. അല്ല, അവിടെയാണ് ഇത്രത്തോളം പരിഹാസ്യമായി BJPയുടെ ഒരു നിലപാട്. ഇപ്പൊ ഈ ചർച്ചയിൽ ഡോക്ടർ ജയപ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ഉയർത്തി കാണിക്കുമ്പോൾ രാജ്യം മുഴുവൻ എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഇപ്പൊ മോദി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവില്ല. ഈ പറഞ്ഞ ദേശീയ മാധ്യമങ്ങളിൽ BJPയുടെ പക്ഷം പിടിക്കുന്ന ഒരു മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകില്ല. പക്ഷേ രാജ്യത്തെ വിവിധ വിദ്യാർത്ഥികളും പൊതുസമൂഹവും രക്ഷിതാക്കളും എല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ പോലും അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ ഇത് 2008 നടന്നില്ലേ, 2010 നടന്നില്ലേ, 14 നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഴയ കഥയൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും ഒരു പേപ്പർ ചോർന്നിട്ടുണ്ടോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കഷ്ണം പുറത്തായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നടന്ന് ഇന്ന് ഈ രാജ്യത്ത് 23,33,297 വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ പ്രതിസന്ധി ഉൾപ്പെടെ ചർച്ച ചെയ്യാതെ അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ആളുകൾ, ഈ വിദ്യാർത്ഥികളുടെ കണ്ണീരിനേക്കാൾ വലുതല്ല ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ പറഞ്ഞ മന്ത്രി കസേര എന്ന ബോധ്യമെങ്കിലും കുറഞ്ഞപക്ഷം BJPക്കാരന് വേണം. അത് ഉയർത്തി കാണിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും അത് ഉയർത്തി കാണിച്ച് വളരെ സമാധാനപരമായ പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ അത് എങ്ങനെയാണ് BJPക്ക് എതിരാകുന്നത്? അത് ഈ രാജ്യം ഭരിക്കാൻ അറിയാത്ത ഭരണകൂടത്തിനെതിരാണ്. അത് ഈ പറഞ്ഞ BJP നേതാക്കളും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ KPC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ചീത്ത പറഞ്ഞിട്ടോ അവരെ അവഹേളിച്ചിട്ടോ അല്ല അതിനോട് പ്രതിരോധം തീർക്കേണ്ടത്. ബന്ധപ്പെട്ട് വരുന്ന പ്രതിഷേധങ്ങളിൽ VD സതീശൻ എന്താണ് റോള് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷേ ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച്. VD സതീശനെതിരെയാണ് മുദ്രാവാക്യം. ഒരിടവേള എടുക്കാം, തിരിച്ചു വരാം. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ അടുത്ത കാലത്തെങ്ങും കാണാത്തതുപോലെയുള്ള സമരമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രതിപക്ഷ കൂട്ടായ്മയാണ് ഇന്നലെ ഗാന്ധി സ്മൃതിയിലേക്കൊക്കെ പോകുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ്. സ്വാഭാവികമായും ഈ CJPയുടെ പ്രതിഷേധവും പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിൽക്കുന്നതും ഒക്കെ വലിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ പ്രധാനമന്ത്രി ഈ അർദ്ധരാത്രിയിൽ ഈ വീഡിയോ ഇട്ടത് എന്നതുകൂടിയാണ് കരുതുന്നത്. ഇപ്പം 2008 പരീക്ഷയുടെ കാര്യം ശ്രീ ഡോക്ടർ ജയപ്രസാദ് പറയുന്നുണ്ടായിരുന്നു. 2013 നീറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 14-ലും 15-ലും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അത് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് മോദി സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഇത് വീണ്ടും പുനഃക്രമീകരിക്കുന്നതൊക്കെ. ഇതിന്റെ എന്ത് ഉത്തരവാദിത്തമാണ് പോയ സർക്കാരിൽ ചാർത്തിക്കൊടുക്കാൻ സാധിക്കുക? എനിക്ക് വളരെ കൗതുകരമായി തോന്നിയൊരു കാര്യമുണ്ട്. അതായത് ഇക്കാര്യത്തിൽ മുമ്പും പേപ്പർ ലീക്ക് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് മന്ത്രി രാജിവെക്കാത്തതുകൊണ്ട് ഇപ്പം രാജിവെക്കണ്ട. ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രതിസന്ധി ഉടലെടുക്കുമ്പോൾ എങ്ങനെയാണ് അതിനോട് പ്രതിക്രിയ ചെയ്യേണ്ടതെന്ന് അന്നത്തെ രാഷ്ട്രീയ നേതൃത്വം ആലോചിക്കും. ഇപ്പം ഇവിടെ മന്ത്രിമാർ രാജിവെച്ചതിൻ്റെ കണക്ക് പറഞ്ഞു. വളരെ ചെറിയ വീഴ്ചയ്ക്ക് പോലും രാജിവെച്ച മന്ത്രിമാരുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ വീഴ്ച നടത്തിയ ആൾക്കാർ രാജിവെച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതുപോലെ ചോർച്ച ഉണ്ടായപ്പോൾ മന്ത്രി രാജിവെച്ചില്ല എന്നതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുന്നൊരു കാര്യം, ഇതുപോലുള്ള ഒരു പ്രതിഷേധം, രോഷം രാജ്യവ്യാപകമായി ഇതുമായി ബന്ധപ്പെട്ട് എപ്പോഴെങ്കിലും ഉയർന്നിട്ടുണ്ടോ?
മാത്രമല്ല ഇത് പെൻഡപ്പായിട്ടുള്ള ഒരു ആഗണിയും രോഷവുമാണ്. അതായത് ഇതുവരെ ഇവരെ അടക്കി വെച്ചിരുന്ന രോഷം അണവൊട്ടി ഒഴുകുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു ശരാശരി ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരു കുടുംബം മധ്യവർഗമാണെങ്കിലും താഴെക്കടയിലുള്ള ആണെങ്കിലും അവരുടെ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ കരുതലെന്ന് പറയുന്ന അവരുടെ മക്കളുടെ വിദ്യാഭ്യാസമാണ്. ഒരു മകൻ ഒരു മകൾ രക്ഷപ്പെടണം, അതാണ് ആ കുടുംബത്തിൻ്റെ സ്വപ്നമെന്ന് പറയുന്നത്. അങ്ങനെ കോടാനുകൂടി വരുന്ന ഈ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ നിരന്തരം ചവിട്ടി മെതിക്കപ്പെടുമ്പോൾ ആ രോഷം മുഴുവൻ ഒരു വലിയൊരു പ്രതിഷേധ ജ്വാലയായിട്ട് ഉയരുകയാണ്. കേവലപരമായിട്ടുള്ള ഒരു ജനാധിപത്യ മര്യാദയുണ്ടെങ്കിൽ അതിനോട് സ്വാഭാവികമായിട്ട് നീതി പുലർത്തിക്കൊണ്ട് ഉത്തരവാദിത്തമുള്ള മന്ത്രി മാറി നിൽക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയാണ്. ഇനി വേറൊരു കാര്യം പറയാം, 150ഓളം പരീക്ഷകളാണ് ഇവിടെ ചോർന്നത്. 150ഓളം. ആകെ 2 പേരാണ് ചെറിയ ശിക്ഷ ഏറ്റുവാങ്ങി ഈ ഒരു പ്രതിസന്ധിയിൽ ഈ പറയുന്ന ശൃംഖലയിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ജയപ്രസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് തിരുവനന്തപുരത്ത് മറ്റേ ജലപീരങ്കി ഉപയോഗിക്കുന്നില്ലേ? ജയപ്രസാദ്, നിങ്ങൾ ഡൽഹിയിൽ എന്താ സംഭവിച്ചെന്നറിയോ? അതായത് ആണിയടിച്ച ലാത്തി വെച്ചിട്ടാണ് വിദ്യാർത്ഥികളെ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ചിട്ടാണ്. ടിയർ ഗ്യാസുകൾ നേരെ ജനക്കൂട്ടത്തിലേക്ക് ടിയർ ഗ്യാസ് എറിയുന്നുണ്ട്. അത് നേരെ വിദ്യാർത്ഥികളുടെ മുകളിലേക്ക് ഉപയോഗിച്ചു. പെല്ലറ്റുകൾ, ഒരു കുട്ടിയുടെ കണ്ണ് ഇവിടെ രാമനോഹർ ലോഹി ഹോസ്പിറ്റലിൽ നഷ്ടപ്പെട്ടു. മാത്രമല്ല, നിങ്ങൾ പോലീസ് മാത്രമല്ല, അർദ്ധസേന മാത്രമല്ല, ഗുണ്ടകളും കൂടി ഇടകലർന്ന ഒരു സംയുക്ത തല്ലിപ്പൊളി സംഘമാണ് ഈ വിദ്യാർത്ഥികളെ നേരിട്ടത്. ഇതിനെയൊക്കെ എങ്ങനെ ന്യായീകരിക്കും? ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതുപോലുള്ള ഒരു ക്രൂരകൃത്യം തലസ്ഥാന നഗരിയിൽ പട്ടാപ്പകൽ അരങ്ങേറുമ്പോൾ അതിൽ ഒരു മന്ത്രി മാത്രം രാജിവെച്ചാൽ മതിയോ? സാധാരണത്തിൽ പ്രധാനമന്ത്രി കൂടി രാജിവെക്കണമെന്ന് ഈ വിദ്യാർത്ഥികൾ മുദ്രാവാക്യം മുഴക്കേണ്ട കാര്യമാണ്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, പാർലമെൻറ്റിൻ്റെ അടുത്ത് വിദ്യാർത്ഥികൾ എത്തി എന്നുള്ളത്. പാർലമെൻറ്റിൽ ഇന്നലെയാണ് വിദ്യാർത്ഥികൾ എത്തിയിട്ടുള്ളത്. പാർലമെൻറ്റിന് മുമ്പ് ആൾക്കാർ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സുരക്ഷാ ഭടന്മാരെ അതിജീവിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ചാടിയിട്ട് പുകബോംബ് എറിഞ്ഞിട്ടില്ലേ ആൾക്കാർ? അതൊന്നും നിങ്ങൾക്ക് ഈ പറഞ്ഞ ധാർമ്മിക രോഷമില്ലല്ലോ. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇംഗിതം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള വേദിയല്ലേന്ന്. കുറച്ച് പ്രതിഷേധക്കാരെ അങ്ങോട്ട് വരട്ടെ. എന്താ ചില്ലുമാണ് വല്ലതും ആണോ? അവിടെ ആരോ പറഞ്ഞല്ലോ അങ്ങോട്ടൊന്നും ആരും വരരുതെന്ന് പറയാൻ വേണ്ടി. ഞങ്ങൾ നിരത്തിലിറങ്ങി പ്രതിഷേധിക്കുന്ന ആൾക്കാരല്ലേ, പ്രതിഷേധിക്കുന്നവർ അങ്ങോട്ട് വരട്ടെ. അതുകൊണ്ട് ഇതിനെ ഈ പറഞ്ഞ പോലെ PSCയിലേക്ക് കൂട്ടിക്കെട്ടി, കേരളത്തിലെ ജലപീരങ്കിയിലേക്ക് കൂട്ടിക്കെട്ടി, മുന്നുള്ള ചോർച്ചയിലേക്ക് കൂട്ടിക്കെട്ടി, അങ്ങനെ എന്തൊരു സാഹസമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഖത്തറിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞ് ഭക്ഷണപ്പൊതി വന്നു, അല്ലെങ്കിൽ ചൈനക്കാർക്ക് ഇതിനകത്ത് എന്തോ കാര്യമുണ്ട്, വിദേശ ശക്തികളുണ്ട്. എനിക്കൊരൊറ്റ ചോദിക്കാനുള്ളൂ. ഈ പറഞ്ഞ സർവൈലൻസിൻ്റെ ചാരപ്പണിയുടെ എല്ലാ ആധുനിക സങ്കേതങ്ങളും നിങ്ങൾ കോപ്പ് കൂട്ടിയിട്ടില്ലേ? കോടാനുകോടി 10,000 കോടി രൂപയുടെ സർവൈലൻസ് യന്ത്രങ്ങളല്ലേ നിങ്ങളുടെ കയ്യിലുള്ളത്? ഏതെങ്കിലും ഒരു വിദേശ ശക്തി പിള്ളേരുടെ പിന്നിലുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ ഈ സന്നാഹങ്ങളിൽ നിന്ന് കിട്ടിയ തെളിവുകൾ പോരെ ജയപ്രസാദേ? ഇതൊന്നുമില്ലാതെ വെറുതെ കാടടച്ച് വെടിവെച്ച് ശരിക്കു പറഞ്ഞാൽ നിങ്ങൾ അപഹാസ്യരാകരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിദ്യാർത്ഥികളോട് ഒരു പ്രതിബദ്ധത ഉണ്ടെങ്കിൽ താങ്കളൊരു മുൻ അധ്യാപകനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. മാത്രമല്ല, നിങ്ങൾ മുൻ അധ്യാപകനല്ല, നിങ്ങൾ RSSൻ്റെ ഒരു നേതാവാണ്. ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ ദിവസം ചർച്ച പങ്കെടുത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ ഒരു സഹപ്രവർത്തകൻ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ RSSൻ്റെ ഒരു പ്രവർത്തകരാണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ RSS ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുക. അതുമാത്രമല്ല, RSSൻ്റെ നയമെന്ന് പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ പാടില്ല, RSSന് വേണ്ടപ്പെട്ട ഒരാളാണ്, അതുകൊണ്ട് അയാളെ ബലി കൊടുക്കരുത് എന്ന് RSS നരേന്ദ്രമോദിയുടെ അടുത്ത് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ പറയൂടെ. അതിന് പകരം നിങ്ങളിങ്ങനെ വളച്ച് കെട്ടിയിട്ട് അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എവിടെയുണ്ട് എന്ന് ആർക്കും അറിയാത്ത രീതിയിലൊന്നും സംസാരിച്ച് ഈ ഒരു പുകമറ സൃഷ്ടിക്കാതെ, നിങ്ങൾ ഈ ചർച്ചയിൽ ടിയർ ഗ്യാസ് പൊട്ടിക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് സ്പഷ്ടമായിട്ട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജോൺ ബ്രിട്ടാസ്. ഞങ്ങളോട് ഇത്രയും സമയമാണ് അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് പിരിയുകയുമാണ്.
ശ്രീ മുഹമ്മദ് അലി മുസാഫിർ, വിദ്യാർത്ഥികളോട് പെരുമാറുന്നത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച് ഇപ്പോൾ നോക്കൂ, ഫണ്ട് ആരോപണം ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ദിവസം MA ബേബി അവിടെ ജന്തർ മന്ദർ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ചില കൂടിക്കാഴ്ചകൾ നടത്തിയതിൽ എന്താണ് ചൈന ബന്ധം എന്ന് ചോദിക്കുന്ന ഗോദി മീഡിയ നമുക്ക് നിരന്തരം അദ്ദേഹത്തിന് പിന്നാലെ നടന്ന ചോദ്യം ചോദിക്കുന്ന മീഡിയ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അവിടെ ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അവർക്ക് പിന്നാലെ പരിഹാസവുമായിട്ടാണ് ഈ പ്രതിഷേധക്കാർ പോകുന്നത്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. പലപ്പോഴും രാഹുൽ ഗാന്ധി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും അവിടെ നിന്ന് യാത്ര പുറപ്പെടുമ്പോഴും ഒന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് മീഡിയ അതിനെ കണ്ടു എന്ന് നടിക്കുന്നു പോലുമില്ല എന്നതാണ്. ആകെ അവർക്ക് ഉയർത്താനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ സുരക്ഷാ പ്രശ്നമാണ്. അത് ആഭ്യന്തരമന്ത്രി മുന്നിൽ, അമിത്ഷായുടെ വീടിന് മുന്നിലൂടി, കിരൺ റിജിജുവിന്റെ വീടിന് മുന്നിലൂടി, ഈ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ കൂടി ഗാന്ധി സ്മൃതിയിലേക്ക് പോകുന്ന വഴിയിൽ ഉണ്ടാകുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും ഇതില് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്, ദേശീയ മാധ്യമങ്ങൾക്ക് ഇതിൽ ഇരട്ടത്താപ്പാണ്. കേരളത്തിലെ മാധ്യമങ്ങളല്ലാതെ യഥാർത്ഥത്തിൽ ഇതിന്റെ വിഷ്വൽ പോലും പുറത്തുവിടുന്നില്ല. സത്യം പറയുന്നത് ഈ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമായിട്ടാണ് നമ്മൾ കാണുന്നത്. സോഷ്യൽ മീഡിയ ഇവരുടെ കേന്ദ്ര IT മന്ത്രാലയത്തെ വെച്ചിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഗോരിതം മൈനസിലേക്ക് കൊണ്ടുവന്ന് ഈ തരത്തിലുള്ള ഒരു കണ്ടന്റുകൾ ഉയരാതിരിക്കാൻ ഇവരുടെ കയ്യിലുള്ള കോപ്പും സന്നാഹവും വെച്ച് മാക്സിമം ശ്രമിക്കുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഉൾപ്പെടെ എനിക്ക് നേരിട്ട് പരിചയമുള്ള പല ഇൻഫ്ലുവൻസേഴ്സിനും മെസ്സേജ് വന്നിട്ടുണ്ട്. ഒരു വീഡിയോക്ക് 25,000 30,000 രൂപ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ, ആഴ്ചയിൽ ഒരു 3-4 വീഡിയോ ഇട്ട് കൊടുത്താൽ അത്ര രൂപ ഫണ്ടിങ്. ജസ്റ്റ് ഇതിനൊന്ന് വെളുപ്പിച്ചാൽ മതി, പരിപൂർണമായിട്ട് വെളുപ്പിച്ചെടുക്കണ്ട. ഇതിനു മുമ്പും ഇവിടെ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്. UPA ഭരിക്കുമ്പോഴും ഇതൊക്കെ നടന്നതാണ്. അങ്ങനെ മോദി സർക്കാരിന് സ്തുതി പാടുന്ന രീതിയിൽ, എന്നാൽ നിഷ്പക്ഷമായ രീതിയിൽ വെളുപ്പിക്കാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെയും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെയും ഇവർ സമീപിക്കുകയാണ്. അതിന്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കേന്ദ്രം ഭരിക്കുന്ന RSS നിയന്ത്രിക്കുന്ന ഗവൺമെന്റിന്റെ അടിവേരിളക്കിയ സമരമായിട്ട് മാറും, അല്ലെങ്കിൽ മാറിയിട്ടുണ്ട് എന്നവർക്കറിയാം. ഇത് രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് അപ്പുറത്ത് ഇതിന് വലിയ പൊതു സ്വീകാര്യതയിലേക്ക് ഈ സമരത്തെ ഇവർ ഉൾപ്പെടുത്താണ്. നിലവിൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും നടന്ന വിഷ്വല് ഇപ്പോഴും മീഡിയാസ്, മലയാള മാധ്യമങ്ങൾക്ക് കിട്ടിയെങ്കിൽ മാത്രം പുറത്തു വന്നിട്ടുണ്ടാകും. ബഹുഭൂരിപക്ഷ വിഷ്വലും പുറത്തു വന്നിട്ടില്ല. അതിന് കാരണം ഇവരതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഒരു വിഷ്വൽ പുറത്തു പോകാത്ത രീതിയിൽ എവിടെന്നാണ് അടി വരുന്നതെന്ന് പറയാൻ കഴിയില്ല. ആ രീതിക്ക് ഇവർ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇത് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയെ പന്താട്, സോഷ്യൽ മീഡിയ ഇവരുടെ അണ്ടറിൽ. കുറച്ച് ദിവസങ്ങൾക്കകം ഇതൊക്കെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഇതിന്റെ ക്രൂരത നമുക്ക് മനസ്സിലാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ വിമർശനം വരാനോ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ആദ്യമായിട്ട് സംഭവിച്ചതല്ല, 2026 നീറ്റ് പരിപൂർണമായിട്ട് റദ്ദാക്കേണ്ടി വന്നില്ലേ, അതിന് നിസ്സാരവൽക്കരിക്കുകയാണ്. അത് വലിയ സംഭവമൊന്നുമില്ല, അതിന് മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം? രാജസ്ഥാനിലെ സിക്കറിൽ നടന്ന ഈ ഒരു വിഷയത്തെ അവിടുന്ന് വരുമ്പോ എങ്ങനെ ഇത് ലീക്കായി? ടെലഗ്രാം നിരോധിക്കുകയാണ്. കയ്യക്ഷരം മോശമായതിന് പേനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്രം ഭരിക്കുന്നവരെ. നിങ്ങളത് മനസ്സിലാക്കണം. ഈ രാജ്യത്തിന്റെ സംവിധാനത്തിലുള്ള വിശ്വാസം എത്രയോ വിദ്യാർത്ഥികൾ, ഇത്രയേ ഉള്ളൂ, എത്രയോ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ അവരെ കഷ്ടപ്പാടിന്റെ വിലയല്ലേ നശിപ്പിച്ചു കളഞ്ഞത്. ആ ഒരു ത്യാഗത്തെ എത്ര നിസ്സാരവൽക്കരിച്ചിട്ടാണ് പല ആളുകളും പറയുന്നതെന്നറിയോ? അതൊക്കെ നടന്നിട്ടുണ്ടെന്നേ, ഇനിയും നടക്കും. അങ്ങനെ നടക്കേണ്ടതാണോ നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖല? എന്നിട്ട് അതിനെ ന്യായീകരിക്കുകയും അതോടൊപ്പം തന്നെ അതിനെ എതിർക്കുന്നവരെ അവരുടെ ഭാഷയിൽ കേസുകളിൽ ഉൾപ്പെടുത്തുകയാണ്. കള്ളപ്രചരണങ്ങൾക്ക് അഴിച്ചുവിട്ട് ഒരാളെ മാനസികപരമായിട്ട് തകർക്കുക, അതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ ഈ സംഘപരിവാറിന്റെ എല്ലാ വൃത്തിഹീനമായ രാഷ്ട്രീയവും പയറ്റി തെളിയാണ് ഈ ഒരു പദ്ധതിയിലൂടെ അവർ നടപ്പാക്കുന്നത്. കേന്ദ്രം ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയും സകല മേഖലയും തകർത്തു. രാജ്യത്തിന്റെ ഭാവി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നാളെ നിങ്ങൾ വരാതിരിക്കട്ടെ, നമുക്കൊക്കെ ഹോസ്പിറ്റലുകളിൽ പോകണമല്ലോ. ഇങ്ങനെ ഈ പരീക്ഷ ചോർത്തി വന്ന ആളാണ് നമ്മളെ പരിശോധിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്താണ്? ഇതൊക്കെ പറയുമ്പോൾ തമാശയാണ്, പക്ഷേ ഇതൊക്കെ കാര്യകാര്യമായ കാരണങ്ങളാണ്. ഈ രാജ്യത്തിന്റെ ഭാവി അപകടത്തിലാണ് ഇവർ ഭരിക്കുമ്പോൾ. ശരി, ഡോക്ടർ കെ ജയപ്രസാദ്, ഇത്രയും പ്രധാനപ്പെട്ടൊരു വിഷയം ചർച്ച ചെയ്യുന്നു. രാജ്യത്തിന്റെ യുവാക്കളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നും അതാണ് ഏറ്റവും പ്രധാനമെന്നും പറയുന്ന പ്രധാനമന്ത്രിക്ക് ഈ വിഷയത്തിൽ പാർലമെന്റിൽ വരാനും മറുപടി പറയാനും കഴിയാത്ത പ്രശ്നം എന്താണ്? അല്ല, പാർലമെൻറ്റിൻ്റെ നടപടികൾ നമ്മൾ കഴിഞ്ഞ 12 വർഷത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെൻറ്റ്
പാർലമെൻറ്റ് ഒരു പാർലമെൻ്ററി ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ട രീതിയിലാണോ പ്രവർത്തിക്കുന്നത്? നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ്? ഞാൻ പലപ്പോഴും കാണുന്നത്, ഞാൻ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് വന്ന ഒരാളായതുകൊണ്ടാണ്, അത്തരം ഒരു സീരിയസ് ആയ ചർച്ച കഴിഞ്ഞ 12 വർഷത്തിലുണ്ടായിട്ടുണ്ടായില്ല. 15ഓളം നിയമങ്ങൾ ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കിയത് കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷം അത്ര ഒരു നിഷേധാത്മകമായ സമീപനം എടുക്കുന്നതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കേണ്ടത് പാർലമെൻറ്റിനകത്താണ്, പാർലമെൻറ്റിന് പുറത്തല്ല. ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ്. നമ്മൾ രാഷ്ട്രീയമായിട്ട് മന്ത്രിയുടെ രാജിവെക്കുന്ന കാര്യം അവിടെ നിൽക്കട്ടെ, മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികളെയും പാരന്റ്സിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഇനി ഇത് ആവർത്തിക്കാൻ അനുവദിച്ചില്ല. പിന്നീട് പാർലമെന്റ് കവാടത്തിലേക്കടക്കം പ്രതിപക്ഷം പ്രതിഷേധവുമായി പോയപ്പോഴാണ് ചർച്ചയാകാമെന്ന് പറഞ്ഞത്. ഇന്ന് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും അടക്കം എഴുന്നേറ്റ് നിന്ന് ഈ വിഷയത്തിലൊരു വാക്ക് പറയുമ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് എഴുന്നേറ്റ് നിന്നൊരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ സഭ പിരിയും. പിന്നെ എങ്ങനെയാണ് സർ സഭയ്ക്കുള്ളിൽ പ്രതിരോധത്തിലാക്കേണ്ടത്? അല്ല, ചർച്ചയാകാമെന്ന് കഴിഞ്ഞ 3 ദിവസമായിട്ട് പാർലമെന്റിൽ ചർച്ചയാകാമെന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് ഇവിടെ നമ്മൾ ഒരുപാട് വൈകാരികമായി സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു മുതിർന്ന പൗരനായതുകൊണ്ടായിരിക്കും, ഈ കൊച്ചു കേരളത്തിലെ 1994 നവംബർ 25-ാം തീയതി ഒരു വിദ്യാഭ്യാസ വിഷയത്തിലെ സമരം നടത്തിയപ്പോൾ 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്ന്, അതായത് കൂത്തുപറമ്പിൽ 5 ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നു, ഒരാൾ മരിച്ചില്ലെങ്കിലും മരിച്ച അവസ്ഥയിലാക്കിയ കേരളത്തിൽ നിന്നാണ് നമ്മൾ ഈ വലിയ വൈകാരിക പ്രകടനം, ഡൽഹിയിലെ ലാത്തി ചാർജിനെ കുറിച്ച് വളരെ വാചാലമാകുന്നത്. നമ്മുടെ കേരളത്തിൽ നടക്കുന്നത് പോലെയുള്ള ഇപ്പോഴും അതിനെ ആരും ന്യായീകരിക്കുന്നതായി നമുക്കാർക്കും അറിവില്ല. ഇപ്പോഴും ഈ ഘട്ടത്തിലും മുന്നോട്ട് പോയിട്ടുണ്ട്. നിങ്ങളുടെ കാലത്ത് ജനാധിപത്യത്തിന്റെ മാതാവാണ് അവകാശവാദം. അപ്പൊ അതുകൂടി പറയൂ. അവരൊക്കെ മോശപ്പെട്ടവർ മോശപ്പെട്ടവരാണ്. നിങ്ങളുടെ കാര്യം, അതായത് കേന്ദ്ര സർക്കാരിന്റെ കാര്യം പറയൂ. ചർച്ചയാകാമെന്ന് പറയുന്നുണ്ട്, ചർച്ച വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ചർച്ച അനുവദിച്ചോ? ഇല്ല. ഇപ്പോൾ ചർച്ച നടത്തണമെന്ന് പറയുന്നത് ഉപാധികളില്ലാതെ, രാജി പറ്റില്ല, ചർച്ചയാകാം എന്ന നിലയ്ക്കാണ്. അല്ല, വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ നമ്മുടെ CJP എന്നുള്ള പാർട്ടി ആദ്യം ഗവൺമെൻറ് ചർച്ചയ്ക്ക് തയ്യാറായില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ചർച്ചയുണ്ടായി. ഇന്ന് 2 വട്ടം ചർച്ച നടന്നു, നാളെയും ചർച്ച നടക്കാനിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജനാധിപത്യ സമൂഹത്തിൽ സർക്കാരുകൾ പലരും പറയുന്ന അഭിപ്രായങ്ങൾ പിന്നീട് സമൂഹത്തിൻ്റെ പ്രഷർ കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നുകയും ചർച്ചകൾ നടത്താറുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൽ കഴിഞ്ഞ 5 ദിവസം ഞാൻ പാർലമെൻറ്റ് നടപടികൾ ശ്രദ്ധിച്ച ഒരാളാണ്. കാരണം പാർലമെൻറ്റ് തുടങ്ങുമ്പോൾ തന്നെ ചോദ്യോത്തര വേള പോലും അനുവദിക്കുക. അതായത് സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് ആണ്. അതായത് പാർലമെന്റിനകത്തൊരു പാർലമെന്ററി ജനാധിപത്യ സമൂഹത്തിൽ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ഏറ്റവും ഗോൾഡൻ ചാൻസ് എന്ന് പറയുന്നത് പാർലമെന്റ് സമ്മേളനങ്ങൾ തന്നെ. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ബ്രിട്ടീഷ് പാർലമെന്ററി സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലെ നിർഭാഗ്യവശാൽ ആ തരത്തിലുള്ള ഒരു പാർലമെന്ററി ചർച്ചകൾ നടക്കുന്നില്ല. ഏകപക്ഷീയമായി ഇപ്പൊ രാഹുൽ ഗാന്ധി ഈ ഈ പറയുന്ന അടിയന്തര പ്രമേയത്തിലൂടെ മാത്രം ചർച്ചയാകാമെന്ന നിലപാട് ഏതെങ്കിലും കാലത്ത് സ്വീകരിച്ചിട്ടുണ്ടോ? അങ്ങ് പാർലമെന്റ് സൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളാണ്. നമ്മളിപ്പോ ബി ജെ പി നമ്മൾ ഫാസിസ്റ്റ് എന്നും RSS എന്നും പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്താം. പക്ഷേ ജനാധിപത്യ പാർട്ടിയായ കോൺഗ്രസ് BJP ആണ് അംഗീകരിക്കേണ്ടത്. മറ്റൊന്ന്, ഈ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ജൂൺ 17-ാം തീയതി കോട്ടയിൽ ഈ വിഷയത്തിലൊരു പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ജൂലൈ 6-ാം തീയതി വരെ ഇന്ത്യ രാജ്യത്ത് പോലും ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ഭാഷയിൽ സർക്കാരിനെ ഫാസിസ്റ്റ് ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കോളൂ എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയ ബോധ്യത്തിലാണ് സാർ? അങ്ങനെ മാറ്റി നിർത്താൻ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഫാസിസ്റ്റ് ആണെങ്കിൽ സ്വയം മാറി നിൽക്കണം. നമുക്കങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. എന്ന സ്വയബോധം ഉണ്ടെങ്കിൽ സ്വന്തം മാറി നിൽക്കണം. ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമ ചർച്ചകൾ നമുക്കറിയാമല്ലോ. ഈ വിഷയത്തിൽ തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിക്കേണ്ടായി. കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ തരത്തിൽ ചർച്ച ചെയ്യുന്നത്. കാരണം വെച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കറിയാം ഇതിൽ വളരെ ഗുരുതരമായ വീഴ്ചയുണ്ടായി, ഗവൺമെന്റിനെ റെക്ടിഫൈ ചെയ്തു, കുട്ടികൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. ജനങ്ങൾക്ക് എന്ത് ഓപ്ഷനാണ്? അല്ല, ഈ പറയുന്ന ദേശീയ മാധ്യമങ്ങളിൽ ഇന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് പറയാൻ പറ്റില്ല. അല്ല, ജനങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യണമെന്ന് ജനങ്ങൾക്ക് നിർബന്ധം പിടിക്കാൻ കഴിയില്ല. അതൊക്കെ വാങ്ങപ്പെട്ടിരിക്കുന്ന മാധ്യമങ്ങളാണ് സാർ, വാങ്ങപ്പെട്ടിരിക്കുന്ന മാധ്യമങ്ങളാണ്. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ CJPയുടെ തുടങ്ങും മുമ്പ് CJP രൂപം കൊണ്ടപ്പോൾ തന്നെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് ഗോദി മീഡിയക്കെതിരെയായിരുന്നു സാർ. ഗവൺമെന്റ് നോട്ടുകൾ വായിക്കുകയും അത് മാധ്യമപ്രവർത്തനമാണെന്ന് ധരിക്കുകയും ചെയ്ത ഒരുപറ്റം ആളുകളെ മാധ്യമപ്രവർത്തകരെന്ന് വിശേഷിപ്പിക്കുന്നത് പോലും CJP അംഗീകരിക്കുന്നില്ല.
അല്ല, CJP സമരത്തോട് കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ? CJPയുടെ സമരവേദിയിൽ എന്നാണ് കോൺഗ്രസിന്റെ നേതാക്കൾ കടന്നു ചെന്നത്? അപ്പം നമ്മൾ ഈ പറയുമ്പോഴെല്ലാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഏതാണ്ട് 80-85% പേരും മോഡിക്കെതിരായ രാഷ്ട്രീയത്തിൽ ഇടത് വലത് മുന്നണികളായി വിശ്വസിക്കുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് കേരളത്തിൽ ഇതിന് മാർക്കറ്റ് ഉണ്ടാവും. പക്ഷേ ദേശീയ തലത്തിൽ കേരളത്തിൽ തന്നെ മലബാറിൽ നിന്ന് പോയ ഒരുപാട് ദേശദ്രോഹ നിലപാടെടുക്കുന്ന വ്യക്തികൾ അവിടെ കടന്നുകൂടിയിട്ടുള്ള 100 കണക്കിന് വീഡിയോ ക്ലിപ്പിംഗ്സ് കേരളത്തിലെ മനോരമ ചാനലിൽ ഒരു ക്ലിപ്പിംഗ് കാണുകയുണ്ടായി, മറ്റൊരു ചാനലിൽ പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കണക്ക് അങ്ങയുടെ കയ്യിലുണ്ട്. അതിൽ അല്ല, ജനവിരുദ്ധത പറയല്ലേ സാർ? അതെ, ഞാൻ കണ്ട വീഡിയോ ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ മനോരമ ചാനലിലൂടെ മലബാറിൽ നിന്ന് പോയവരാണ്, ഇന്നവർ ദേശദ്രോഹികളാണെന്ന് അറിയാൻ പറ്റുമോ? എനിക്കറിയാത്തത് കൊണ്ടാണ്. അല്ല, വയനാടെന്നാണ് അതിനകത്ത്. അല്ല, മനോരമയിൽ കാണിച്ച വീഡിയോ ക്ലിപ്പിംഗിൽ കാണിക്കുന്നത് ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന ഒരു പ്രവർത്തനം എന്നാണ് അയാൾ പറയുന്നത്. അല്ല, അതുപോലുള്ള നിരവധി നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ തന്നെ ഇത്തരം വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത്തരം സമരങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നത് പോകുന്ന കുറേയേറെ ദേശവിരുദ്ധ ചിന്താഗതിയുള്ള മനുഷ്യർ, അങ്ങനെയുണ്ടോ ഒരു കാറ്റഗറി? അങ്ങേക്ക് ദേശവിരുദ്ധരെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും സിദ്ധിയുണ്ടോ? അല്ല, ഇത് ഞാൻ വീഡിയോയിലൂടെ ഇന്നത്തെ ഞാൻ വേണമെങ്കിൽ പുറകില് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്ന വീഡിയോ ക്ലിപ്പിംഗ്സ് ഞാൻ അയച്ചു തരാൻ തയ്യാറാണ്. എനിക്ക് അങ്ങ് പറയുന്ന വീഡിയോ അത്തരം പ്രതികരണങ്ങൾ മോശവുമാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അങ്ങ് മലബാറിൽ നിന്ന് പോയ കുറേയേറെ ദേശവിരുദ്ധർ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ശരിയാവുക? അങ്ങനെയാണെങ്കിൽ നോക്കൂ, സാറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് ആ പറയുന്ന ആൾ പറഞ്ഞ കാര്യത്തിൽ ദേശവിരുദ്ധതയുണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസ് അടക്കം നിങ്ങളുടെ മുഴുവൻ സംവിധാനവും ഉണ്ടല്ലോ, അറസ്റ്റ് ചെയ്യാത്ത എന്താണ്? എങ്ങനെയാണ് സർ ജനറലൈസ് ചെയ്യാൻ കഴിയുക ഒരു സമരത്തിലേക്ക്? ഇന്നലെ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുടെ കയറ്റുകൾ ഉണ്ടാകും, സ്വാഭാവികമായി ഉണ്ടാകും. എന്താണ് താല്പര്യം എന്നറിയില്ല. അതുകൊണ്ട് മലബാറിൽ നിന്ന് പോയ ദേശവിരുദ്ധർ എന്ന നിലയ്ക്ക് അതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റുമോ? അല്ല, ഇവിടെ നിന്ന് പോയ ആളുകളിലെ ദേശവിരുദ്ധരായവരെ ഗവൺമെൻറ് തീർച്ചയായിട്ടും കൈകാര്യം ചെയ്യുമെന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം മുമ്പും അതുണ്ടായിട്ടുണ്ട്. നമ്മൾ CAA സമര സമയത്തും ഇത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പം നമ്മുടെ സമൂഹത്തിൽ ജെന്യുവിനായ വിഷയങ്ങൾ വരുമ്പോഴത്തേക്കും ആ വിഷയത്തെ വഴിതെറ്റിച്ച് വിടുന്ന ദേശവിരുദ്ധരാകണമെങ്കിൽ ദേശവിരുദ്ധ പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ടവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണം, FIR ഉണ്ടാകണം, കേസ് ഉണ്ടാകണം, വിചാരണ കഴിഞ്ഞിട്ടുണ്ടാകണം, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകണം. അല്ല, ആ പരാമർശമല്ല ഞാൻ നടത്തി. ഞാൻ ഒറിജിനൽ വീഡിയോ കേരളത്തിലെ ഒരു മുഖ്യധാര, അതായത് മനോരമ ചാനലിലൂടെയാണ് ഞാൻ കണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിലെത്തുണ്ട്. മറ്റ് പലതരത്തിലുമുള്ള ക്ലിപ്പിംഗ്സ് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ തന്നെ, ഉദാഹരണത്തിന് ട്വിറ്ററിൽ തന്നെ മലയാളികളായ പലരും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ തരത്തില് വീഡിയോ എനിക്കറിയാം. അങ്ങനെ പറയണമെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു, അയാളുടെ ആശയം ശരിയല്ല എന്ന് വളരെ വ്യക്തിപരമായി പറയണം. ഇതങ്ങനെയല്ല. മലബാറിൽ നിന്നുള്ള ദേശവിരുദ്ധർ എന്നൊരു പരാമർശത്തെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നും അങ്ങയുടെ കയ്യിലില്ല. അല്ല, ഞാൻ ഈ പറഞ്ഞ ആളുകളൊക്കെ അവരുടെ സ്വദേശം പറഞ്ഞിട്ടുണ്ട്. മലബാർ ഭാഗത്താണ് ജോലി ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഒരു വീഡിയോ കുറിച്ചാണ് അങ്ങ് പറയുന്നത്. ഒരൊറ്റ വീഡിയോ വെച്ച് ഇവിടെ നിന്ന് പോകുന്ന ദേശവിരുദ്ധരോ, ഇവിടുത്തെ ദേശവിരുദ്ധരെ കയറ്റി അയക്കുന്ന പരിപാടിയാണോ? BJP പ്രവർത്തനങ്ങളുടെ നഴ്സറിയാണെന്ന് കേരളത്തെ കുറിച്ച് കേരളീയരുടെ കാഴ്ചപ്പാടല്ല. അല്ല, കേരളത്തിലെ നമുക്കറിയാലോ, ഇപ്പൊ കേരളത്തിലെ നമ്മുടെ സിനി ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ഇപ്പൊ വളരെ വികാരപരമായ എനിക്കതിന് ബുദ്ധിമുട്ടില്ലല്ലോ. എന്റെ തനി സ്വഭാവമല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് നിങ്ങളുടെ ഈ കാപട്യത്തെ ഞാൻ തുറന്നു കാണിച്ചു. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കാപട്യം വെച്ച് ചർച്ച മലബാർ ജില്ലയിലുള്ള മുഴുവൻ ആളുകളെ എത്രയോ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ പോയി കിടക്കുന്നു. നിങ്ങള് എത്രയോ മനുഷ്യർ സമരത്തിന്റെ ഭാഗമായി ഈ മഴയും എല്ലാം വിദ്യാർത്ഥികൾ ഇന്നും ഡൽഹിയിലുണ്ട്. ആ മുഴുവൻ വിദ്യാർത്ഥികൾ മലബാർ ജില്ലകളിൽ നിന്ന് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള താങ്കളുടെ തുറന്നു കാണിക്കുന്നത്.
സാർ ആശാ സമരം നടന്നപ്പോഴൊക്കെ ഇങ്ങനെ പട്ടിണി കിടന്നതിനാണ് എല്ലാ സമരങ്ങളും നടക്കുന്നത്. അതായത് സമരത്തില് നമ്മളിപ്പോ ഡൽഹിയിൽ മാത്രമല്ല, നിങ്ങൾ ഡൽഹിയിലെ സമരം കണ്ടിട്ടുണ്ടാവും. ഞാൻ തിരുവനന്തപുരത്ത് പാലിച്ച് ആ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. നിങ്ങൾ ഇപ്പൊ നടക്കുന്ന കാര്യത്തെ കുറിച്ച് തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ട് ഇമ്മാതിരി മര്യാദഘട്ട വർത്താനം പറഞ്ഞിട്ട് അത് കേട്ടോണ്ടിരിക്കണോ? ഈ രാജ്യത്ത് സമരം ചെയ്യുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും എത്രയോ വിദ്യാർത്ഥികൾ അവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ വിദ്യാർത്ഥികളുണ്ട്. അല്ലെ യഥാർത്ഥത്തില് അല്ല, നിങ്ങളാണ് തള്ളി പറയേണ്ടത്. അതായത് ഈ സമരത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും എലിമെന്റ്സ് നിങ്ങളാണ് തള്ളി പറയേണ്ടത്. ഈ സമരം നടത്തുന്നവരാണ് അവരെ തള്ളി പറയേണ്ടത്. എന്താണെന്നറിയാമോ, രാജ്യത്തിലെ പ്രധാനമന്ത്രി ധരിച്ചിരിക്കുന്ന വസ്ത്രം കണ്ടാൽ തിരിച്ചറിയില്ലേ എന്ന ചോദ്യം ചോദിക്കുന്നു, പിന്നീട് അതിനെ ന്യായീകരിക്കുന്നു. മലബാറിൽ നിന്നുള്ള രാജ്യവിരുദ്ധർ എന്ന് പറയുന്നു, പിന്നീട് അതിനെ ന്യായീകരിക്കുന്നു. ഈ നിലയ്ക്ക് ജനവിരുദ്ധത പറഞ്ഞ രാഷ്ട്രീയം പറയുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. ഞാനതിൽ പരിതപിക്കും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ പടം വരച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മുഖത്ത് കാണിക്കുന്ന വിക്രിയകൾ നിങ്ങൾ കണ്ടോ? എനിക്ക് ടി വിയിൽ കൂടെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അതൊക്കെ എല്ലാം സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. അതിൽ മലയാളികളുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ അതൊക്കെ? ഇപ്പൊ പ്രധാനമന്ത്രിയുടെ വലിയൊരു ഫിഗർ റോഡിൽ വരച്ചിട്ട് വൈറ്റ് മനോഹരമായി വരച്ചതിന് ശേഷം അതല്ല അതിനകത്ത് കാണിക്കുന്ന വിക്രിയകൾ ഈ സമരത്തെ അട്ടിമറിക്കുന്നത് ഗവൺമെന്റ് അല്ല, ഈ സമരത്തിന്റെ നുഴഞ്ഞു കയറിയ ഇത്തരം രാജ്യദ്രോഹ എലിമെന്റ്സ് ആണ്. തീർച്ചയായിട്ടും രാജ്യദ്രോഹ എലിമെന്റ്സ് ഈ സമരത്തിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. നേരത്തെ ജോൺ എല്ലാ സംവിധാനങ്ങളും ഇന്റലിജൻസും ഈ പറയുന്ന മുഴുവൻ സംവിധാനങ്ങളും ഉണ്ടായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു നാരു പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും വിദേശ സഹായമോ രാജ്യവിരുദ്ധ താല്പര്യത്തിന്റെയോ നാരു പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയായിരുന്നെങ്കിൽ തകർത്ത് കളഞ്ഞേനെ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉന്നയിക്കാനുണ്ടായിരുന്നെങ്കിൽ ആരും ബാക്കി ഉണ്ടാവില്ല. വിദേശ സഹായം നമുക്കറിയാമല്ലോ, 1959 വിമോചന സമര കാലഘട്ടത്തിൽ പോലും നമുക്കറിയാമല്ലോ, വിദേശ ശക്തികൾ തന്നെയാണ് ഇന്ത്യയിലെ പല സമരങ്ങളും നിയന്ത്രിച്ചത്. അപ്പൊ ഈ ആദ്യത്തെ EMS സർക്കാരിനെ പിരിച്ചുവിട്ടതും വിമോചന സമരം നടത്തിയതൊക്കെ ഔദ്യോഗികമായ റെക്കോർഡ് വന്നത് CIAയുടെ ഇടപെടലിനെ കുറിച്ച്. 59 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വൈദേശിക ശക്തികൾ ഇടപെടുന്നുണ്ട്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ സമരത്തിൽ നുഴഞ്ഞു കയറിയ ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം ആർക്കാണെന്ന് എനിക്കറിയില്ല. വിദേശ ശക്തികൾ തീവ്രവാദികളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കാൻ കഴിയുന്നത്? ശരിയല്ല, എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ തിരിച്ചു ചോദിച്ചിട്ടുമുണ്ട്. ശരി, ശ്രീ മുഹമ്മദ് ഷമാസ്, ഇതിപ്പോ പ്രതിപക്ഷ പാർട്ടികൾ ഒത്തൊരുമിച്ച് നിൽക്കുന്നു, വലിയ സമരം മുന്നോട്ട് വെക്കുന്നു. അവർക്ക് മുന്നിൽ മുട്ടുമടക്കാൻ കഴിയില്ല എന്ന ദുരഭിമാനം കൂടിയാണോ ഈ സമരത്തിന്റെ പരിണിതഫലമായി പ്രധാൻ രാജിവെക്കേണ്ടതില്ല എന്ന കടുംപിടുത്തത്തിലേക്ക് കേന്ദ്രത്തെ നയിക്കുന്നത്? മാധു, ഇവിടെ ഇപ്പൊ ഡോക്ടർ ജയപ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞ ദുരഭിമാനത്തിന്റെ പ്രശ്നമല്ലല്ലോ ഇത്. ഇവരാരോടാ യുദ്ധം ചെയ്യുന്നത്? ഈ പറഞ്ഞ ഞങ്ങളുടെ ഭാവി ഓർത്ത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് പറയുന്ന ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോടും യുവതലമുറയോടോ? ഈ രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് എന്താണ്? ഞങ്ങൾക്കിവിടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ച് സ്വർണ്ണ എണ്ണപ്പാടങ്ങളുള്ള രാജ്യമൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഈ രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്ന മാനവ വിഭവശേഷി, ഇവിടുത്തെ യുവതലമുറയുടെ കഴിവും പ്രാപ്തിയും ഉള്ള വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ, യുവാക്കൾ തന്നെയാണ് ഈ രാജ്യത്തിന്റെ എക്കാലത്തെ സമ്പത്ത്. ആ സമ്പത്തിനെയാണ് ഈ പറഞ്ഞ രീതിയിലേക്ക് നിലവാര തകർച്ചയിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അത് ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഭാവിയെ കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. രാഷ്ട്രീയവും മതവും മറ്റൊരു തരത്തിലുള്ള അതിർവരമ്പുകളും മലബാറെന്നോ കേരളമെന്നോ തെക്കെന്നോ വടക്കൊന്നും ഒന്നുമില്ലാതെ ഈ ജനങ്ങളും വിദ്യാർത്ഥികളും മുഴുവൻ ആ സമരത്തിന് ഐക്യപ്പെടുമ്പോ, അവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തോട് ഐക്യപ്പെടുമ്പോ ഈ രീതിയിലുള്ള അധിക്ഷേപങ്ങളായി മുന്നോട്ട് വരുന്നത്, ആദ്യം പറഞ്ഞ എന്താണ്, തീവ്രവാദി ശക്തികൾ ഈ സമരത്തിന്റെ പിന്നിലുണ്ട്, അതിനകത്ത് വിദേശ ഫണ്ടിംഗ് ഉണ്ട്, ഈ പറഞ്ഞ വർഗീയ ശക്തികളുടെ ഇടപെടലുണ്ട് എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത രീതിയിൽ അതിനെ ഒന്ന് തരം താഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു. ഏക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പുതിയ ചില അടവുകളുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുകയാണ്. അങ്ങനെ ഒന്നും അടിച്ചമർത്താൻ കഴിയുന്ന ഒന്നല്ല. വളരെ കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്നത്തെ ഉപജീവനത്തിനുള്ള തുക പോലും മാറ്റിവെച്ച് സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പോരാടുന്ന നിരവധിയായ രക്ഷിതാക്കളുടെ കണ്ണീരിന്റെ വിയർപ്പിന്റെ വില ഉൾപ്പെടെ ഈ സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഈ രാജ്യം മുന്നോട്ട് പോകുന്ന ഈ പറഞ്ഞ യുവാക്കളുടെ കരുത്ത് തന്നെയാണ്. എനിക്ക് വ്യക്തിപരമായ ചില അനുഭവങ്ങൾ കൂടിയുണ്ട്. അടുത്ത് പരിചയപ്പെട്ട ഒരു സുഹൃത്ത് +2 കഴിഞ്ഞ് വോട്ടവകാശം പോലും ഇല്ലാത്ത ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു സഹപ്രവർത്തകർ വിദ്യാർത്ഥി പറയുകയാണ്, എനിക്ക് കഴിഞ്ഞ 3-4 ദിവസമായി ഉറക്കം വരുന്നില്ല, എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്, എനിക്ക് ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകണം, ആ പ്രതിഷേധത്തിന്റെ ഭാഗമാകണം എന്ന് പറയുന്ന ഡൽഹിയിലേക്ക് പോകണം എന്ന് പറയുന്ന രീതിയിലേക്ക് മലബാറെന്നോ ഈ പറഞ്ഞ വയനാടെന്നോ മറ്റൊരു ജില്ലയുടെ തരംതിരിവില്ലാതെ
വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആ സമരത്തിന് മുദ്രാവാക്യത്തിന് ഐക്യപ്പെടുമ്പോൾ ഇവിടെ ഇങ്ങനെ ചില ആളുകൾ വന്ന് ഇതിനെല്ലാം അങ്ങ് മോശക്കാരാക്കി ഇതങ്ങ് താറടിച്ച് ഇല്ലാതാക്കാനുള്ള ഭാവമെങ്കിൽ ഒരു കാര്യം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ രാജ്യത്തിന് അത് കോൺഗ്രസ് എന്നോ രാഹുൽ ഗാന്ധി എന്നോ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളെന്നോ ഒരു വ്യത്യാസമില്ലാതെ തന്നെ വിദ്യാർത്ഥികളുടെ ശബ്ദത്തെയാണ് ഈ രാജ്യം ഏറ്റെടുത്തത്. അത് പാർലമെന്റ് ചർച്ച ചെയ്തതിന്റെ ഗണങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇത് പാർലമെന്റിലല്ലേ ചർച്ച ചെയ്യുന്നത്. മോദി അങ്ങനെയാണെങ്കിൽ രാത്രി 12 മണിക്ക് ലൈവ് ഇടേണ്ട ഇൻസ്റ്റഗ്രാമില് വീഡിയോ പോസ്റ്റ്, അതും എങ്ങനെയാണ് വീഡിയോ വന്നതെന്നൊക്കെ കൃത്യമായി അതിന്റെ ഇത് പരിശോധന നടത്തി അറിയാം. അദ്ദേഹത്തിന്റെ കൃത്യമായ മനസ്സിന്ന് വന്ന വാക്കൊന്നുമല്ല, കൃത്യമായി എവിടെ എഴുതി കൊടുത്തത് വായിച്ചു എന്ന രീതിയിലേക്ക് അതും വരുന്നു. ഇതൊക്കെ ആരെയാണ് ഇവർ പൊട്ടന്മാരാക്കുന്നത്? കേന്ദ്ര സേന ഉൾപ്പെടെ വിമാനത്തിൽ ഡൽഹിയിൽ എത്തിച്ച് അവിടെ സജ്ജീകരണങ്ങൾ തയ്യാറാക്കുകയാണ്. ആരോടാണ് ഈ കേന്ദ്ര ഭരണകൂടം നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടെയുള്ള ആളുകൾ യുദ്ധം ചെയ്യുന്നത് എന്ന ഒരു ഉത്തരം കൂടി ഈ പറഞ്ഞ ജയപ്രസാദിനെ പോലുള്ള ആളുകളൊന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അല്ലാതെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും കൊഞ്ഞനമൂട്ടിക്കൊണ്ടല്ല സമരങ്ങളെ പ്രതിഷേധങ്ങളെ അല്ല ഈ രീതിയിലല്ല നേരിടേണ്ടത്. നാളെ ഉച്ചവരെയാണ് കേന്ദ്രം CJPയോട് ആവശ്യപ്പെട്ടിരിക്കുന്ന സമയം. പ്രധാനിൽ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്താണ് CJPയുടെ സമരത്തിന്റെയും പ്രതിപക്ഷ സമരത്തിന്റെയും ഇനി ഭാവി എന്നത് കണ്ടറിയേണ്ടതുകൊണ്ട് വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. Debate with Madhu Saji.